ഇരിക്കുന്ന സമയം പ്രവചനം വരെ നിർത്തണ. ഷറമുക്കുറ ലംബുറമക്കറ കീരമക്കുറ. എൻ്റെ ജനമേ, എൻ്റെ വചനം എൻ്റെ ഹൃദയമാണ്, എൻ്റെ വചനം എൻ്റെ ആത്മാവാണ്, എൻ്റെ വചനം എൻ്റെ രക്തമാണ്. എന്തുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുന്നില്ല? ആ സ്പർശിക്കുന്ന വചനത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നിങ്ങളുടെ ഭാവി ആ വചനത്തിൽ നിങ്ങൾക്ക് കാണാം. എൻ്റെ വചനത്തിൽ നിങ്ങളുടെ നിത്യത കാണാം. സ്വീകരിക്കുവിൻ, ഇത് സ്വീകരിക്കുവിൻ. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശലബാല ബാല ബാല ശലബാല ബാല. ആരെ കഴുത്ത് വേദന കർത്താവ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്നു. കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റാത്ത അവസ്ഥ കർത്താവ് ഇപ്പോൾ സൗഖ്യം കൊടുക്കുന്നു. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? തിരിയാൻ പറ്റാത്ത അവസ്ഥ കഴുത്തിന്. കോട്ടപ്പുറം രൂപതയിലെ പള്ളിപ്പുറം മഞ്ഞുമാത ബസിലിക്കയിൽ നടക്കുന്ന ഈ കൂട്ടായ്മയിലേക്ക് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സഭ പഠിപ്പിക്കുന്നത് വിശദീകരിച്ച് തരാൻ നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൻ ബ്രദർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ കണ്ണൻ ബ്രദറെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. സ്തുതിക്കുക എല്ലാവർക്കും. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. സുഖമാണ് എല്ലാവർക്കും. ഈ ഒക്ടോബർ മാസം മാതാവിൻ്റെ മാസമാണ് അല്ലേ? അപ്പം മാതാവിനെ കുറിച്ച് പറയാമെന്നാണ് വിചാരിക്കണേ. അപ്പം നമുക്കേ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഞാനൊന്ന് വായിക്കാം, നമുക്ക് എണീറ്റിരിക്കാം. എണീറ്റ് നിന്നാലോ? നമുക്കൊന്ന് എണീറ്റ് നിന്നേ നമുക്ക് ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോഴേ നമുക്ക് എണീറ്റ് നിന്ന് അത് സ്വീകരിക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വചനങ്ങൾ. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയയിൽ നസ്രത്ത് എന്ന് പേരുള്ള പട്ടണത്തിൽ ദാവീദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ജോസഫ് എന്ന് പേരുള്ള പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടി. ഈ വചനത്തിൽ അവൾ അതീവം അസ്വസ്ഥയായി. ഏതുതരം അഭിവാദനമായിരിക്കുമിത് എന്നവൾ ചിന്തിച്ചു കൊണ്ടിരുന്നു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഇതാ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശുവെന്ന് പേര് വിളിക്കണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അവൻ യാക്കോബിൻ്റെ കുടുംബത്തിന്മേൽ എന്നേക്കും ഭരിക്കും.
അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടായിരിക്കുകയില്ല. മറിയമാകട്ടെ ദൂതനോട് ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ അവളോട് പ്രതിവചിച്ചു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നെ ആവരണം ചെയ്യും. ആകയാൽ ജനിക്കാനിരിക്കുന്നവൻ പരിശുദ്ധനായിരിക്കും, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിൻ്റെ ചാർച്ചക്കാരി എലിസബത്തും അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. എന്തെന്നാൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് സംഭവിക്കട്ടെ. അപ്പോൾ ദൂതൻ അവളെ വിട്ടുപോയി. കർത്താവിൻ്റെ സുവിശേഷം. നമുക്കിരിക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളൊരു വാക്കാണ് പരിശുദ്ധ ജപമാല റാണിയോടുള്ള ഭക്തി, അല്ലേ? പരിശുദ്ധ ജപമാല റാണിയോടുള്ള എന്താണ് യഥാർത്ഥ ഭക്തി? പരിശുദ്ധ ജപമാലയോ റാണിയോടുള്ള ഭക്തി, അല്ലേ? അതിൻ്റെ കാതൽ എന്താണ്? അതിൻ്റെ സത്ത നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടി വരണത് എന്താണ്? അത് ഞാൻ പറയട്ടെ. ഏറ്റവും കൂടുതൽ അല്ലേ കൊന്ത ജപമാല അർപ്പിക്കുന്ന ഇതാണ് യഥാർത്ഥ മാതാവിനോടുള്ള ഭക്തി, അല്ലേ? അപ്പം അത് നമുക്കതിലേക്ക് വരാം. അപ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെന്താണ് നമുക്ക് പറഞ്ഞു തന്നെ നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ എന്താണ് ആദ്യം ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? പരിശുദ്ധ ജപമാല റാണിയോടുള്ള യഥാർത്ഥ ഭക്തി എന്താണെന്നും ഇനി അതിനുത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, ആ ഭക്തി എത്രത്തോളം നമുക്കുണ്ട്, ആ ഭക്തി എത്രത്തോളം നമ്മളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 487, 88 ഖണ്ഡികകളാണ് ഇപ്പം ആദ്യം നമ്മൾ നോക്കാൻ പോണത്. 487ഉം 488. വായിക്കട്ടെ. കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് എന്നാണ് അതിൻ്റെ ഹെഡ്ലൈൻ. മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസം ക്രിസ്തുവിനെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. എന്താണ് പറഞ്ഞത്? മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസം. മറിയത്തെക്കുറിച്ച് നമുക്കുള്ള കത്തോലിക്ക വിശ്വാസം എന്താ? ആ വിശ്വാസം ക്രിസ്തുവിനെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അത് കഴിഞ്ഞിട്ട് പറയാണ്, മറ്റൊരു വിധത്തിൽ മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനം. എന്താണ് മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനം? എന്താ? ഇപ്പോൾ ഈ പേജിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ വലത് കരം കൊണ്ട് ഇപ്പം നോക്കണ്ട, അപ്പുറത്തേക്ക് മറിച്ച് കഴിഞ്ഞാൽ അവിടെ അമലോത്ഭവം, നിത്യകന്യാത്വം, മാതാവിൻ്റെ ദൈവ അല്ലേ മാതൃത്വം, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പുറത്തെ ഹെഡ്ലൈനുകളാണ്, അപ്പുറത്തെ ഖണ്ഡികകളാണ് ഈ പറയുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ പ്രബോധനം എന്താണ്? ചുരുക്കത്തിൽ പറഞ്ഞാൽ അവൾ നിത്യകന്യകയുമാണ്, ഒപ്പം തന്നെ ആരാണ്? എന്താ പറഞ്ഞു? ശരിയാണ് പറഞ്ഞു. കണ്ടോ, നിത്യകന്യകയാണ്, ഒപ്പം മാതാവുമാണ്. അങ്ങനെ ആയിരിക്കാൻ പറ്റണേ? ഭൂമിയിലെ ശക്തിക്ക് പറ്റുമോ? ഭൂമിശാസ്ത്രത്തിന് അങ്ങനെ പറ്റുമോ? മനസ്സിലായോ? കന്യകയാണ്, ഒപ്പം തന്നെ മാതാവുമാണ്. കണ്ടു? അപ്പം ഇതാണ് മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ പ്രബോധനം. പിന്നെ അപ്പുറത്തോട്ട് മുഴുവൻ അതിൻ്റെ പ്രബോധനങ്ങളാണ്. നമ്മളിപ്പോൾ അതിലോട്ടൊന്നും അധികം പോണില്ല. അപ്പോൾ ഈ കൂട്ടായ്മയിലുള്ള നിങ്ങളുടെ ലീഡർ അദ്ദേഹം എന്നോട് കഴിഞ്ഞ ദിവസം ഞാൻ ഫോണിൽ കൂടി സംസാരിച്ച് പറഞ്ഞ്, അതേ കണ്ണാ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ചില സ്ഥലത്തൊക്കെ വരുമ്പോൾ ഭയങ്കര കട്ടിയാണ്, ഭയങ്കര ഹാർഡാണ്. അപ്പോൾ ഇത്തിരി മനസ്സിലാക്കണതിൽ പുള്ളിക്കല്ല, അല്ലെങ്കിൽ ഇത് നേരത്തെ ഇപ്പോൾ 1.5 വർഷമായി നമ്മൾ ഇത് ഇപ്പോൾ ഇവരൊക്കെ അംബ്രോസ് ചേട്ടൻ, റീ ചേട്ടനൊക്കെ ഗൂഗിൾ മീറ്റിലൂടെയും അങ്ങനെയൊക്കെ ബി ചേട്ടൻ
അങ്ങനെയൊക്കെയുള്ളവർ കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചത് വലിയ ബാധിക്കുന്ന കാര്യമല്ല, മറ്റുള്ളവർ. അപ്പോൾ ഇപ്പോൾ സാധാരണ രീതിയിൽ ഇവിടെ വന്നവർക്കൊക്കെ ഭയങ്കര ഹാർഡായിട്ട് തോന്നുന്നു. അപ്പോൾ അതൊന്ന് ലളിതമായിട്ട് പറഞ്ഞു വെക്കുക എന്നുള്ള ഒരു രീതി അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. അപ്പം ഞാൻ ശരി എന്നൊക്കെ പറഞ്ഞ് ഞാനെടുത്ത് ഇവിടെ പറയാൻ വേണ്ടി നോക്കണ കണ്ണിക നോക്കിയേ നിങ്ങൾ, ഇതൊക്കെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്നാ. ഇത് നോക്കിയേ, മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസം ക്രിസ്തുവിനെ കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. എന്നിട്ട് പറയാണ്, മറ്റൊരു വിധത്തിൽ മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനം ക്രിസ്തുവിനെ കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നു. മനസ്സിലായോ? കൂടുതൽ പ്രകാശിപ്പിക്കുന്നു. ഇപ്പോൾ ആ ഗണ്ണികയുടെ അവസാന വാക്കുകൾ വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു കാര്യം ഇതാണ്. എന്തെന്നാണ്? മറിയത്തിലൂടെ യേശുവിലേക്ക്, അല്ലേ? മറിയത്തിലൂടെ യേശുവിലേക്ക്. ഇപ്പൊ ഒന്ന് വായിച്ചേ, അതൊന്ന് നോക്കിയേ. മറ്റൊരു വിധത്തിൽ മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനം, മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനം ക്രിസ്തുവിനെ കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നു. എന്താണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസം? പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. വേറെന്തെങ്കിലും വേണോ ഇനി യേശുവിനെ കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തിനെ പ്രകാശിപ്പിക്കാനായിട്ട്? വേണോ ഇനി വല്ലതും? അപ്പോൾ വിശ്വാസ പ്രമാണത്തിൽ എന്തുണ്ട്? അത് മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. എന്ത്? അപ്പം ഇത് മറ്റൊരു വിധത്തിൽ മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനം കണ്ടോ? മറ്റൊരു വിധത്തിൽ മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനം ക്രിസ്തുവിനെ കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയാണ് 488 ഇതൊക്കെ ഇപ്പം വായിച്ചതൊക്കെ നമുക്ക് അവസാനം പോകുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും കേട്ടോ. അവസാനം പോകുമ്പോൾ ഇപ്പം പറയാൻ അത് സാധിക്കില്ല. ഇപ്പം പറഞ്ഞാൽ അത് മനസ്സിലാകുമില്ല. അത് അവസാനം അത് വരുള്ളൂ. അതിൻ്റെ 488 മറിയത്തിൻ്റെ മുൻകൂട്ടിയുള്ള തിരഞ്ഞെടുപ്പ്. ഞാൻ പറയണം കേൾക്കാലല്ലേ? എനിക്ക് തോന്നണുണ്ട് ഇന്ന് ഇത്തിരി സൗണ്ട് കൂടുതലാണ് എനിക്ക്, അല്ലേ? മറിയത്തിൻ്റെ മുൻകൂട്ടിയുള്ള തിരഞ്ഞെടുപ്പ് 488 കേട്ടോ. CCC ഉള്ളവർ എടുത്ത് നോക്കിക്കോളൂ. ദൈവം തൻ്റെ പുത്രനെ അയച്ചു, എന്നാൽ അവൻ ഒരു ശരീരം തയ്യാറാക്കാൻ. കണ്ടോ? എന്നാൽ അവന് ഒരു ശരീരം തയ്യാറാക്കാൻ. അതാണ് കത്തോലിക്ക സഭയിലെ ആദ്യത്തെ ക്രിസ്തുവിൻ്റെ രഹസ്യം. എന്തെന്നാണത്? എന്തെന്നാണ് ഇത്? നോക്കിയേ, ദൈവം തൻ്റെ പുത്രനെ അയച്ചു, എന്നാൽ അവൻ ഒരു ശരീരം തയ്യാറാക്കാൻ. ഒരു ശരീരം തയ്യാറാക്കുക. ആ ശരീരം തയ്യാറായപ്പോൾ അതിനൊരു രഹസ്യമാണത്. ആ രഹസ്യത്തിന് ഇങ്ങനൊരു പേര് നൽകപ്പെട്ടിട്ടുണ്ട് സഭയിൽ. എന്തെന്നാണത്? അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കേട്ടില്ല? മനുഷ്യാവതാരം. കണ്ടോ? എന്താണ്? അവന് ശരീരമുണ്ടായപ്പോഴല്ലേ മനുഷ്യാവതാരം എന്ന രഹസ്യം പുനരാവിഷ്കരിക്കപ്പെടുകയല്ല. അത് കുർബാനയിലാണ് പുനരാവിഷ്കരിക്കപ്പെടണേ. പുനരാവിഷ്കരിക്കപ്പെടുന്നത് കുർബാനയിലാണ്, ആരാധനക്രമത്തിലാണ്. പക്ഷെ ആ രഹസ്യം ആദ്യമായി സംഭവിച്ചതെപ്പോഴാണ്? അവന് ശരീരമുണ്ടായപ്പോഴല്ലേ. അപ്പം ഈ ശരീരം എന്നൊക്കെ പറയുമ്പോഴേ ഈ ശരീരം കണ്ടോ, പാപത്തിന് ബലഹീനമാക്കപ്പെട്ട മനുഷ്യപ്രകൃതി. ആ പ്രകൃതിയല്ലേ അവൻ സ്വീകരിച്ചേ. മനസ്സിലാവുണ്ടോ? ഹെബ്രായർ 10:5 ഒന്ന് വായിച്ചേ. ഒന്ന് വായിച്ചേ. 10-ാം അധ്യായം 5-ാമത്തെ വചനം മാത്രം ഒന്ന് വായിച്ചേ. ഹെബ്രായർ 10-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം. കണ്ടോ? എന്നാൽ എനിക്ക് അവിടുന്ന് ഒരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. കണ്ടോ? ആ ശരീരം സജ്ജമാക്കപ്പെട്ടപ്പോഴാണ് അതിനെ മനുഷ്യാവതാരമെന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? അത്
എന്നാൽ അവന്, അപ്പോൾ CCCയിലേക്ക് വീണ്ടും വരാം, 488. ദൈവം തൻ്റെ പുത്രനെ അയച്ചു, എന്നാൽ അവന് ഒരു ശരീരം തയ്യാറാക്കാൻ ഒരു സൃഷ്ടിയുടെ സ്വതന്ത്ര സഹകരണം അല്ലേ വേണമെന്ന് തീരുമാനിച്ചു. ഇവിടെ ആരുടെ സ്വതന്ത്ര സഹകരണമാണ് പിതാവായ ദൈവം അല്ലെങ്കിൽ ലഭിക്കാൻ ആഗ്രഹിക്കണേ? ആരാണത്? ഇത് നോക്കിയേ, ഒന്നും കൂടി വായിക്കട്ടെ. ദൈവം തൻ്റെ, ശ്രദ്ധിക്കുക, ആ വാക്കുകളിൽ ശ്രദ്ധിക്കുക. ദൈവം തൻ്റെ പുത്രനെ അയച്ചു, എന്നാൽ അവനൊരു ശരീരം തയ്യാറാക്കാൻ ഒരു സൃഷ്ടിയുടെ സ്വതന്ത്ര സഹകരണം, അതാണ് മാതാവിൻ്റെ സ്വതന്ത്ര സഹകരണം വേണമെന്ന് തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? പിതാവായ ദൈവം അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ മനുഷ്യവംശം, മനുഷ്യൻ എന്ന സൃഷ്ടിയും മറ്റു സൃഷ്ടികളും ഇല്ലേ, ഈ സകല ഇല്ലേ പ്രപഞ്ചത്തിൽ സൃഷ്ടിചരാചരങ്ങളിൽ മനുഷ്യവംശം അല്ലേ മറ്റു സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം എന്താ? അടിസ്ഥാനപരമായൊരു വ്യത്യാസം ഉണ്ട്. അത് യാഥാർത്ഥ്യമാണ്. മറ്റുള്ള സൃഷ്ടികൾക്ക് എന്തില്ല? ആത്മാവില്ല. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചേർത്ത് വയ്ക്കുകയാണ്. എന്ത്? സ്വാതന്ത്ര്യം. എന്താണ് സ്വാതന്ത്ര്യം? അത് മറ്റു സൃഷ്ടികൾക്ക് ഇല്ല. മനസ്സിലായി? അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഈ ജയിലിലടക്കപ്പെട്ടിട്ട് കൽത്തുറങ്കിൽ അടക്കപ്പെട്ട് കാരാഗൃഹത്തിലായിരുന്ന ആ ബന്ധനാവസ്ഥ, അതിൽ നിന്ന് സ്വതന്ത്രനായി കഴിയുമ്പോഴുള്ള സ്വാതന്ത്ര്യമാണല്ലേ? ആണോ? എന്താണ് ഈ സ്വാതന്ത്ര്യം നൽകിയാണ് കർത്താവ് മനുഷ്യവംശത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? എന്താണ് സ്വാതന്ത്ര്യം? നമ്മൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സ്വാതന്ത്ര്യം എന്ന വാക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മളെന്താണ്, ഒരു മുറിയിൽ അടച്ചു പൂട്ടി കഴിയുമ്പോൾ ആ ഉണ്ടായിരിക്കുന്ന ബന്ധനാവസ്ഥയിൽ നിന്ന് നമ്മൾ പുറത്ത് വിടുമ്പോൾ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം അല്ലേ? എന്താണ് സ്വാതന്ത്ര്യം എന്ന വാക്കിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണേ? സ്വാതന്ത്ര്യം എന്ന വാക്ക് കർത്താവിൻ്റെ വാക്കിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ രാജ്യത്തിൽ ഇങ്ങനെയാണ് അതിനെ എന്തെന്നാ പറയുക? അതായത് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള കഴിവിനെയാണ് എന്ത്? നന്മയും തിന്മയും നിൻ്റെ മുമ്പിലുണ്ട്, ജീവനും മരണവും നിൻ്റെ മുമ്പിലുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ നന്മ തിരഞ്ഞെടുക്കണോ തിന്മ തിരഞ്ഞെടുക്കണോ? അതാണ് സ്വാതന്ത്ര്യം. മനസ്സിലാവുന്നുണ്ടോ? ആ സ്വാതന്ത്ര്യം നൽകുകയും അത് നിലനിർത്തുകയും ചെയ്തു കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ. കാരണം എന്നെ കൂടാതെ എന്നെ സൃഷ്ടിച്ച ദൈവം, എന്നെ സൃഷ്ടിച്ചപ്പോഴേ കർത്താവ് എൻ്റെ സമ്മതം ചോദിച്ചോ? അല്ലേ? എന്നെ രക്ഷിക്കണമെങ്കിലോ, എൻ്റെ പാപകരമായ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കണമെങ്കിലോ ആരുടെ സമ്മതം വേണം? എൻ്റെ സമ്മതം ആർക്ക് വേണം? ഇതെന്താണ് നിങ്ങൾ സ്തംഭിച്ചിരിക്കണേ? ആർക്ക് വേണം? അത് ആരാ പറഞ്ഞതെന്നറിയോ? ഇത് ആരാ പറഞ്ഞത്? കണ്ണം പറഞ്ഞതാണോ? ആരാ പറഞ്ഞേ? വിശുദ്ധ അഗസ്തീനോസ്, സഭാപിതാവായ വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു വെച്ച വാക്കുകളാണ്. എന്താണ്? എന്നെ കൂടാതെ എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് എൻ്റെ സമ്മതം കൂടാതെ എന്നെ രക്ഷിക്കുക സാധ്യമല്ല. മനസ്സിലായോ? അപ്പോൾ ആര് പറഞ്ഞതാ? മനസ്സിലായോ? അതിനെ ഞാനിവിടെ ഉദ്ധരിച്ചു എന്നുള്ളൂ, ഞാൻ എൻ്റെ ഒരു വാക്കുകളിലൂടെ പറഞ്ഞു വെച്ചെന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ സ്വാതന്ത്ര്യം ഇപ്പം ഇവിടെ ഒരു സൃഷ്ടിയുടെ സ്വതന്ത്ര സഹകരണം വേണമെന്ന് തീരുമാനിച്ചു. CCCയിൽ 488 ഇതാണ് ഞാൻ വായിക്കണേ. എന്നിട്ട് പറയണാണ്, ഇതിനു വേണ്ടി തൻ്റെ പുത്രന് അമ്മയാകാൻ ഒരു ഇസ്രായേൽ പുത്രിയെ, ശ്രദ്ധിക്കണേ, ഒരു ഇസ്രായേൽ പുത്രിയെ ഗലീലിയിലെ നസ്രത്തിൽ നിന്നുള്ള ഒരു യഹൂദ യുവതിയെ, വനിത എന്നല്ല കേട്ടോ, യുവതി, ഒരു യഹൂദ യുവതിയെ ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫ് എന്നയാളോട് വിവാഹ വാഗ്ദാനം ചെയ്തിരുന്ന ഒരു കന്യകയെ ദൈവം അനാദിയിലെ തിരഞ്ഞെടുത്തു. കണ്ടോ? മറിയത്തെ മൂന്ന് തരത്തിൽ അഭിസംബോധന ചെയ്യുകയാണ് ഇവിടെ അല്ലേ? എന്തൊക്കെയാണ്? ഒന്ന് ഇസ്രായേൽ പുത്രി, രണ്ടാമത്തത് എന്താണ്? യഹൂദ വനിത അല്ലേ? മൂന്നാമത്തത് എന്താണ്? ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫ് എന്നയാൾ വിവാഹ വാഗ്ദാനം ചെയ്തിരുന്ന ഒരു കന്യക. കണ്ടോ? അങ്ങനെ മൂന്ന്
രീതിയിൽ അഭിസംബോധന ചെയ്യുകയാണ്. ചെയ്തിരുന്ന ഒരു കന്യകയെ ദൈവം അനാദിയിലെ, കണ്ടോ, അനാദി എന്ന് പറഞ്ഞ വാക്കിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അനാദി, തുടക്കമില്ല, മനസ്സിലായ? തുടക്കമില്ലാത്ത അനാദിയിലെ തിരഞ്ഞെടുത്തു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. അപ്പം ഇവിടെ എനിക്കിപ്പോൾ ഓർമ്മ വന്നതേ ഏശയ്യായുടെ പുസ്തകം, ഏശയ്യായുടെ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വചനം നമുക്കെല്ലാം സുപരിചിതമാണ്. നമ്മളെപ്പോഴും അത് ഇവിടെ തന്നെ അത് പല പ്രാവശ്യവും നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വചനം എന്തെന്നാണ്? ആ വചനം അതൊന്ന് പറഞ്ഞേ അല്ലേ? യുവതി, ദൈവം തന്നെ നിനക്കൊരു അടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഇതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്ത്? ഗ്രീക്ക് ഭാഷയിലേക്ക്, ആദിമ സഭയിലെ ബൈബിള് ഗ്രീക്ക് ഭാഷയിലേക്ക് തർജിമ ചെയ്യപ്പെട്ട, പരിഭാഷപ്പെടുത്തിയ സപ്തജിത്ത് എന്ന് പറഞ്ഞ ബൈബിളിൻ്റെ ആദിമസഭയിൽ, അത് ആ ബൈബിളാണ് മറിയവും ഔസേപ്പ് പിതാവും യേശു ക്രിസ്തുവും അടങ്ങുന്ന യഹൂദ ജനം ഉപയോഗിച്ചിരുന്ന ബൈബിള്. മനസ്സിലായോ? അപ്പോൾ ആ ബൈബിളിലേക്കുള്ള പരിഭാഷ വന്നപ്പോൾ ഈ വചനം എങ്ങനെയായി എന്നുള്ളത് നമ്മളന്ന് ശിമയോൻ്റെ ഒരു കഥയിൽ അല്ലേ പറഞ്ഞല്ലേ? അവിടെ എന്തെന്നാ പറയണേ? പരിഭാഷ വന്നപ്പോൾ എന്തെന്ന് പറഞ്ഞു? യുവതി എന്നുള്ളത് ഏശയ്യായുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കണു, 7-ാം അധ്യായം 14-ാമത്തെ വചനം. പക്ഷെ അത് ട്രാൻസ്ലേറ്റ് ആയപ്പോഴോ, ഈ സപ്തജിത്ത് എന്ന് പറഞ്ഞ ബൈബിളിലേക്ക് ട്രാൻസ്ലേറ്റ് ആയപ്പോഴോ എന്തായി? കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ. അത് നിങ്ങൾക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞത്? ഈ ശിമയോൻ ഇങ്ങനെ യുവതി എന്ന് എഴുതുമ്പോൾ അങ്ങനെയല്ല എഴുതേണ്ടത്, കന്യകയെന്ന് എഴുതണം എന്നൊക്കെ നമ്മളന്ന് പറഞ്ഞു. അപ്പം ഇനി ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പം ഇവിടെ പറയാൻ വന്നത് ഇതാണ്. അപ്പോൾ ഈ മറിയത്തിൻ്റെ ആ കാലഘട്ടത്തിൽ, അവളുടെ ഈ പ്രായത്തിൽ, ആ കാലഘട്ടത്തിൽ അവൾ തിരുനാൾ കർമ്മങ്ങളിലും സാബത്ത് ദിനങ്ങളിലും ആ വചനം കേട്ടിരിക്കില്ലേ? ആ വചനം ശ്രദ്ധിച്ചേ നിങ്ങൾ? ആ വചനം കേട്ടിരിക്കില്ലേ? എന്തെന്നാണ് ആ വചനം? കർത്താവ് തന്നെ നിനക്കൊരടയാളം തരും. എന്തെന്നാണ്? യുവതി അല്ലെങ്കിൽ കന്യക. അപ്പം മാതാവിൻ്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ അത് കന്യകയെ മാറി. ഏത്? സപ്തജിത്ത് പരിഭാഷയിലോട്ട് വന്നപ്പോൾ. അപ്പോൾ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന്. അപ്പം ആ കന്യക ആരായിരിക്കാം എന്ന് ഇല്ലേ ദൈവാലയത്തിൽ നിന്ന് പോകുമ്പോഴും, ദൈവാലയത്തിൽ ഈ വചനങ്ങൾ വായിച്ച് കേട്ടപ്പോഴുമെല്ലാം, അത് കഴിഞ്ഞ് കിടക്കുമ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോഴും, നടക്കുമ്പോഴും, വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും എല്ലാം ഇവള് മനനം ചെയ്തിട്ടുണ്ടാകില്ലേ? ഉണ്ടാവും. നമ്മുടെ ബ്രദർ തോമസ് പോള് അദ്ദേഹം അതിനെക്കുറിച്ചൊരു ഒരു അനിമേഷൻ ഫിലിം, അങ്ങനെ കുറച്ച് ഫിലിം അനിമേഷൻ ബൈബിളിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അതിൽ ഈ ഒരു പോർഷൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അതിൽ അനിമേഷൻ ഫിലിം മനസ്സിലായല്ലോ, കുട്ടികൾക്ക് കാണാൻ പറ്റണം. പക്ഷേ അത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിലിങ്ങനെ മാതാവ് നടന്നു പോണതിങ്ങനെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ശിരോവസ്ത്രമൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവളുടെ കണ്ണ് ഇങ്ങനെ ആ അനിമേഷൻ ഫിലിമിലെ ഇങ്ങനെ അടയണത്. എന്നിട്ട് അവൾ ആലോചിക്കണാണ്, ആ കന്യക ആരായിരിക്കും? ആ സീനൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. അവൾ ആലോചിക്കണാണ്, ആ കന്യക, കർത്താവെ ആ കന്യക ആരായിരിക്കും എന്നിവളിങ്ങനെ ഹൃദയത്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോണേണെന്ന്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്കത്? അതെനിക്ക് ആലോചിച്ചിട്ടേ, എനിക്കത് ആലോചിക്കുമ്പോൾ നമുക്കൊരു തുടിപ്പ് വരുന്നുണ്ടോ ഇല്ലയോ? മനസ്സിലായോ? അപ്പോൾ ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. അപ്പോൾ ആ മറിയം ആലോചിക്കണേണ്, ഈ കന്യക ആരായിരിക്കുമെന്ന്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് അടിയിലൊരു ചെറിയൊരു കോട്ട് എഴുതിയിരിക്കുന്ന ചെറിയൊരു പോർഷൻ എഴുതിയിട്ടുണ്ട്. അത് ആരാ എഴുതിയെന്നുള്ളത്, ആരാ എഴുതിയെന്നല്ല, അത് ലൂമൻ ജെൻഷ്യം സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൻ്റെ 2ാം വത്തിക്കാൻ കൗൺസിൽ എന്ന് പറഞ്ഞ പ്രബോധനത്തിൽ LG, അതായത് LG എന്ന് അടിയിൽ എഴുതിയിട്ടുണ്ട് ഫുട് നോട്ടിൽ. ആ LG എന്ന് പറഞ്ഞാൽ 2ാം വത്തിക്കാൻ കൗൺസിലിലെ ഒരു പ്രബോധനമാണ് അല്ലേ? ലൂമൻ ജെൻഷ്യം, ജനതകളുടെ പ്രകാശം എന്നല്ലേ നോക്കിയത്? ലൂമൻ ജെൻഷ്യം നിന്നെടുത്ത് നോക്കി. ഞാനെന്തായാലും ഇത് വായിക്കാം. കാരുണ്യവാനായ പിതാവിൻ്റെ തിരുഹിതം ഇപ്രകാരമായിരുന്നു. എന്തെന്നാണ്? കാരുണ്യവാനായ പിതാവിൻ്റെ തിരുഹിതം ഇപ്രകാരമായിരുന്നു: മനുഷ്യാവതാരത്തിനു മുൻപായി
മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട അമ്മയുടെ സമ്മതം ലഭിക്കണം. മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട അമ്മയുടെ സമ്മതം ലഭിക്കണം. എന്തായാലും ഇത് നോക്കിക്കോട്ടോ, ഞാനിപ്പോൾ വേറൊരു കാര്യത്തിലേക്ക് കടക്കാൻ പോകണം. ഇത് ശ്രദ്ധിച്ചോ നിങ്ങൾ. കാരുണ്യവാനായ പിതാവിൻ്റെ തിരുഹിതം ഇപ്രകാരമായിരുന്നു: മനുഷ്യാവതാരത്തിന് മുൻപായി മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട അമ്മയുടെ സമ്മതം ലഭിക്കണം. അങ്ങനെ ഒരു സ്ത്രീ മരണത്തിന് പങ്കുവഹിച്ചതുപോലെ ഒരു സ്ത്രീ ജീവനും പങ്കുവഹിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളൊരു വാക്കൊന്നും കൂടി വായിക്കട്ടെ. കാരുണ്യവാനായ പിതാവിൻ്റെ തിരുഹിതം ഇപ്രകാരമായിരുന്നു: മനുഷ്യാവതാരത്തിന് മുൻപായി മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട അമ്മയുടെ, അതായത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സമ്മതം ലഭിക്കണമെന്ന്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം, വേറൊരു ഡോക്യുമെൻ്റ് അത് ക്ലെയർവോയിലെ വിശുദ്ധ ബെർണാദ്. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഗബ്രിയേൽ മാലാഖ വന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ മാതാവ് മുട്ടുകുത്തി നിൽക്കുന്ന രംഗമാണ് എപ്പോഴും ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ പാത്മോസ് ദ്വീപിലെ ഒരാശ്രമത്തിൽ ഇങ്ങനൊരു ചിത്രമുണ്ടെന്നാണ് പറയണേ. എങ്ങനൊരു ചിത്രം? അതായത് ഗബ്രിയേൽ മാലാഖ ഇവളുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു. മനസ്സിലായോ? അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ. അപ്പോൾ ഈ സമയം, അതായത് ഈ മംഗളവാർത്ത അറിയിക്കാൻ വേണ്ടി ഗബ്രിയേൽ മാലാഖ മാതാവിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന സമയം, ക്ലെയർവോയിലെ വിശുദ്ധ ബെർണാദ് അവൻ സ്വർഗത്തിലായിരിക്കുന്നുവെന്ന് അവൻ തന്നെ ആ ആ അവസ്ഥയിലായിരുന്നു കൊണ്ട് അവൻ ഈ അവസ്ഥയെ, ഏതവസ്ഥയെ? ഈ മംഗളവാർത്തയെ അവൻ വ്യാഖ്യാനിക്കുകയാണ്. അല്ലെങ്കിൽ എന്താ പറയുക അതിന് എനിക്ക് ആ വാക്ക് കിട്ടണില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അവൻ ആ സമയത്ത് സ്വർഗത്തിലിരുന്നു കൊണ്ട് അവനത് കാണുകയാണെന്നുള്ള ഒരു അവസ്ഥ, അങ്ങനെ അവൻ അതിനെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ആ എഴുതിയിരിക്കുന്നത് ഇത് കണ്ടോ, അത് എഴുതിയിരിക്കുന്നത് അത് ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇതേതാ പുസ്തകം എന്നറിയോ? നസ്രത്തിലെ യേശു എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ഇത് ആരെഴുതിയതാണെന്നറിയോ? ജോസഫ് റാറ്റ്സിംഗർ. ആരാണത്? ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ എഴുതിയ നസ്രത്തിലെ യേശു എന്ന് പറഞ്ഞ 3 വോളിയങ്ങളുണ്ട്. അതിൽ 3ാമത്തെ വോളിയമാണിത്. ബാക്കി 2ഉം അത്യാവശ്യം നല്ല കനമുള്ളതാണ്. അപ്പോൾ ഇതാണ് മാത്രമാണ് ചിലപ്പോൾ 3ാമത്തെ വോളിയമാണ്. ഇതിൽ 2ാമത്തെ ചാപ്റ്റർ 77ാമത്തെ പേജിൽ കണ്ടോ, 2ാമത്തെ അധ്യായം 77ാമത്തെ പേജിൽ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഞാനൊന്ന് വായിക്കട്ടെ. കേൾക്കണോ നിങ്ങൾക്കത്? വായിക്കട്ടെ. അപ്പോൾ ക്ലെയർവോയിലെ വിശുദ്ധ ബെർണാദ് അവൻ ആ സമയത്ത് സ്വർഗത്തിലാണ്. അങ്ങനെ അവൻ അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാനിനി വായിക്കാൻ പോണത്. ആ വായിക്കണേക്ക് മുമ്പ് ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞേക്കട്ടെ. അപ്പോൾ മാതാവ് ചോദിക്കുകയാണ്, ഗബ്രിയേൽ മാലാഖ പറഞ്ഞല്ലോ നീ ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം എന്ന് പറയുമ്പോൾ ഇവള് ചോദിക്കുകയാണ്, എന്ത് ചോദിക്കും? ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള ചോദ്യം ആരും പ്രതീക്ഷിക്കണില്ല. മനസ്സിലായോ? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഇമാജിൻ ചെയ്തോളൂ. പിതാവായ ദൈവം സിംഹാസനത്തിലിരിക്കുന്നു, ബാക്കി സർവ്വദൂതഗണങ്ങളും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മാതാവിനെ. പിതാവായ ദൈവവും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വചനം വാതിക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആരാണ് വചനം? ഈശോ വാതിക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? അവളിലേക്ക് പ്രവേശിക്കാനായി. ഈ രംഗം നിങ്ങളിങ്ങനെ മനസ്സിൽ വെച്ചോ. എന്നിട്ട് അപ്പോൾ പിതാവായ ദൈവം സിംഹാസനത്തിലിരുന്ന് ഇങ്ങനെ ഇവളുടെ സമ്മതത്തിന് വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും. അപ്പം നിൽക്കണ സമയത്താണ് ഇവളിങ്ങനെ ഇപ്പോൾ ചോദിക്കണത്. എന്ത് ചോദിച്ചു? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കണതെന്ന് അത് അത്രയും ചിന്തിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് പിതാവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേക്കണേണ്. മനസ്സിലായോ? എഴുന്നേറ്റിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവൾ പറയണത്, എന്ത് പറയണത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ പിതാവ് അല്ലേ, ഇതൊരു ഇമാജിനാണ്. എന്നിട്ട് ആ സിംഹാസനത്തിലിരിക്കുന്ന ഒരു രംഗം. അപ്പം ഇതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന ചില ഡയലോഗുകൾ, അതാണ് ഞാനിപ്പോൾ ആരുടെ ഡയലോഗ്? ഈ വിശുദ്ധ ബെർണാദിൻ്റെ ഡയലോഗാണ് ഞാനിപ്പോൾ വായിക്കാൻ പോണത്.
ആഗമന കാലത്തെ ഒരു പള്ളി, എനിക്ക് ഇത് കണ്ടു, എനിക്ക് അഭിഷേകം വന്നിട്ടേ മനസ്സിലായോ? ആഗമന കാലത്തെ ഒരു പള്ളി പ്രസംഗത്തിൽ ക്ലെയർവോയിലെ ബെർണാദ്, ആഗമന കാലത്തെ ഒരു പള്ളി പ്രസംഗത്തിൽ ക്ലെയർവോയിലെ ബെർണാദ് ഈ നിമിഷത്തിൻ്റെ നാടകീയതയെ കുറിച്ച് കണ്ടു. ആ അവസ്ഥയെ, അല്ലെങ്കിൽ ഗബ്രിയേൽ മാതാവിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ആ അവസ്ഥ, ആ ചോദ്യവും ആ ഉത്തരവും ആ സമ്മതവും ലഭിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആ നിമിഷത്തെ അവൻ നാടകീയമായിട്ട് അവതരിപ്പിക്കുകയാണ്. നാടകീയതയെക്കുറിച്ച് വളരെ ഹരം പിടിച്ചോ? നമ്മൾ ഇത് കേട്ടപ്പോൾ എനിക്ക് നല്ല ഹരമാണ് ഇത് എപ്പോഴും കേൾക്കുമ്പോൾ. ഹരം പിടിപ്പിക്കുന്ന ഒരു അവതരണം നൽകുന്നുണ്ട്. ആദി മാതാപിതാക്കളുടെ പാപപതനത്തിന് ശ്രദ്ധിക്കണം കേട്ടോ. ആദി വളരെ വളരെ ആഴത്തിലുള്ള മാർപ്പാപ്പയുടെ, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ വാക്കുകൾ വളരെ ഇതാണ്. അതിനെനിക്ക് എങ്ങനെ വാക്കുകളിൽ അത് പറയാം. ആദി മാതാപിതാക്കളുടെ പാപപതനത്തിന് ശേഷം ലോകം മുഴുവൻ അന്ധകാരത്തിൽ ആവരണം ചെയ്യപ്പെട്ട് മരണത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലായിരുന്നു അവസ്ഥ. പുതിയൊരു ലോകത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ഏത് ലോകം? ഈ പാപകരമായ അവസ്ഥയിലേക്ക് അവൻ പ്രവേശിച്ചിട്ട് അവൻ അതിനെ വിശദീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അവൻ മറിയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു. കണ്ടോ? അവൻ ആരാണത്? വചനം, യേശു. അവൻ മറിയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു. മനുഷ്യൻ്റെ സ്വതന്ത്രമായ സമ്മതം അവന് വേണം. സ്വതന്ത്രനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ, കണ്ടോ, സ്വതന്ത്രനായും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ ദൈവഹിതത്തിനു മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ കൊടുക്കുന്ന സമ്മതമുണ്ടായാൽ മാത്രമേ സാധിക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞു അഗസ്തീനോസിൻ്റെ ആ കോട്ട്. സ്വാതന്ത്ര്യത്തെ സൃഷ്ടിച്ചതോടെ ഒരു വിധത്തിൽ പറഞ്ഞാൽ, ശ്രദ്ധിക്കണം കേട്ടോ, സ്വാതന്ത്ര്യത്തെ സൃഷ്ടിച്ചതോടെ ഒരു വിധത്തിൽ പറഞ്ഞാലേ മനുഷ്യനെ ആശ്രയിക്കേണ്ടി വന്നു ദൈവത്തിന്. സ്വാതന്ത്ര്യത്തെ സൃഷ്ടിച്ചതോടെ ഒരു വിധത്തിൽ പറഞ്ഞാലേ മനുഷ്യനെ ആശ്രയിക്കേണ്ടി വന്നു ദൈവത്തിന്. അന്ന് ആലോചിച്ച് നോക്കി, ആശ്രയിക്കേണ്ടി വന്നു ദൈവത്തിന്. നിർബന്ധിച്ച് പറയിപ്പിക്കാൻ പറ്റാത്ത, അതെ ഞാൻ തയ്യാറാണ് എന്ന മനുഷ്യ സമ്മതവുമായി ദൈവത്തിൻ്റെ ശക്തി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ? ദൈവത്തിൻ്റെ ശക്തി നമ്മൾ സമ്മതമാണെന്ന് പറയണ ആ നിമിഷം വരെ ദൈവത്തിൻ്റെ ശക്തി നിസ്സഹായമാണ് അവിടെ. എന്നാൽ ദൈവത്തിൻ്റെ ബലം പിടിച്ച് ചെയ്യാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ? അതിന് ശക്തി ഇല്ലാഞ്ഞിട്ടാണോ? പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ പിന്നെ ദൈവം യജമാനനായില്ലേ? മനസ്സിലാവുണ്ടോ? നമ്മളപ്പോൾ യജമാനനാണെങ്കിൽ പിന്നെ നമ്മളാരാകും? അടിമയായില്ലേ? അപ്പം അങ്ങനെയല്ല. അവനോട് അല്ലേ, തോളോടൊപ്പം നമ്മൾ പറയില്ലേ, തോളോടൊപ്പം അല്ലേ, അങ്ങനെയൊക്കെയുള്ള നമ്മൾ ചില വാക്കുകളൊക്കെ നമ്മുടെ മക്കളെ പറ്റിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. എൻ്റെ ഒപ്പം നിർത്തണം എന്നൊക്കെ. അപ്പോൾ കർത്താവിൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെയായിരുന്നു. എന്ത്? എൻ്റെ ഒപ്പം അവരെ സൃഷ്ടിക്കും. ബന്ധിക്കപ്പെട്ടിരിക്കും സമ്മതത്തിന് ശരി. മറിയത്തോട് സമ്മതം ചോദിച്ച ഈ നിമിഷത്തിൽ സ്വർഗവും ഭൂമിയും, ശ്രദ്ധിക്കണേ, മറിയത്തോട് സമ്മതം ചോദിച്ച ഈ നിമിഷം, ഏത് നിമിഷം? ആ നിമിഷം ഗബ്രിയേൽ മാലാഖ ഇവരുടെ അടുത്ത് വന്ന് ഈ സമ്മതം ചോദിക്കുന്ന നിമിഷം, ഈ നിമിഷത്തിൽ സ്വർഗവും ഭൂമിയും ശ്വാസമടക്കി പിടിച്ച് നിന്നു. ശ്വാസമടക്കി പിടിച്ച്, അതാണ് ബെർണാദിൻ്റെ വാക്കുകൾ ഇവിടെ മാർപ്പാപ്പ കോട്ട് ചെയ്തിരിക്കുകയാണ്. ശ്വാസമടക്കി പിടിച്ച് നിന്നു എന്നാണ് ബെർണാദ് പറഞ്ഞത്. കണ്ടോ? അപ്പോൾ അവൻ ബെർണാദ് എവിടെയാണ്? സ്വർഗത്തിലാണ് എന്നുള്ള അവസ്ഥയിൽ അവൻ ആ അവസ്ഥയിലായിരുന്നു കൊണ്ട് അവൻ ഇതിനെ അവതരിപ്പിക്കാം. എന്നിട്ട് ഇനി ബെർണാദിൻ്റെ വാക്കുകളാണ്, അത് ശ്രദ്ധിച്ചോ പറഞ്ഞത്. ലോകത്തിൻ്റെ ഭാവി തുലാസിൽ തൂങ്ങിയ നിമിഷമായിരുന്നു അത്. ലോകത്തിൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിൻ്റെ ഭാവി രക്ഷ അല്ലേ? ലോകത്തിൻ്റെ ഭാവി തുലാസിൽ തൂങ്ങിയ നിമിഷമായിരുന്നു അത്. അവൾ അതേ എന്ന് പറയുമോ? അവൾ സന്ദേഹിക്കുമോ? അവളുടെ എളിമ സമ്മതം പറയുന്നതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കുമോ? അതായത് ദൈവമല്ലേ ദൈവമല്ലേ വന്നേക്കണം. അപ്പോൾ ദൈവമൊക്കെ എൻ്റെ ഉദരത്തിൽ വന്ന് പിറക്കാൻ ഞാനാരാ? അതിനുള്ള യോഗ്യതയൊന്നും നമ്മളെപ്പോഴും അടിക്കുന്ന ഡയലോഗാണല്ലേ. ഭയങ്കര എളിമ ഉണ്ടെന്ന് ഭാവിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന കുറേ ഡയലോഗുകളുണ്ട്. ഞാൻ അങ്ങനെ പറയാറുണ്ട്. അപ്പം അങ്ങനൊരു ഡയലോഗ് ഇവളുടെ വായിൽ നിന്ന് വന്നേക്കുമോ? എന്തെന്നാണ്? എളിമ.
ഇവിടെ എളിമ വരരുത് എന്ന് പറയണം. അപ്പോൾ അവൾ സന്ദേഹിക്കുമോ? അവളുടെ എളിമ സമ്മതം പറയുന്നതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കുമോ? ഇപ്രാവശ്യം ബെർണാദ് അവളോട് പറയുകയാണ്, എളിമയുള്ളവളായിരിക്കരുത്. സാധാരണ രീതിയിൽ നമ്മൾ കേൾക്കണമെന്ന് ക്രിസ്ത്യാനിക്ക് എളിമ വേണം. ഇവിടെ കേൾക്കണം എന്താ? എളിമയുള്ളവൾ ആയിരിക്കരുത്. നിന്റെ സമ്മതം അതെ എന്ന വാക്ക് ഞങ്ങൾക്ക് തരിക. വിധി നിർണായകമായ ഈ നിമിഷം കണ്ടു, വിധി നിർണായകമായ ഇത് കണ്ടു. നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നണില്ല, ഇത് വിധി നിർണായകമായ ഈ നിമിഷത്തിൽ അവളുടെ അധരങ്ങളിൽ നിന്ന്, അവളുടെ ഹൃദയത്തിൽ നിന്ന് മറുപടി വന്നു, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. കണ്ടോ, അപ്പോഴാണ് പിതാവായ ദൈവത്തിൻ്റെ ശ്വാസം. അവിടെ ഇരിക്കുകയാണ് പിതാവ്. ആ സീൻ ആലോചിച്ച് നോക്കി. ഇല്ലേ, ഇത് ശരിക്കും ഹരം പിടിപ്പിക്കണത് തന്നെയല്ലേ? മനസ്സിലാവുന്നുണ്ട്? ഇതൊക്കെയാണ് സകല വിശുദ്ധരുടെയും സ്വപ്നങ്ങളും ജീവിതമൊക്കെ ഇങ്ങനെയായിരുന്നു. നമ്മുടെ സ്വപ്നം എന്താ? എങ്ങനെ അടുത്ത വീട് പണിയാം, എങ്ങനെ അടുത്ത ബിസിനസ് പച്ച പിടിപ്പിക്കാം, അല്ലേ? അപ്പോൾ നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, സ്വതന്ത്രവും വിനീതവും എന്നാൽ അതിശ്രേഷ്ഠവുമായ അനുസരണത്തിലൂടെ. കണ്ടോ, സ്വതന്ത്രവും വിനീതവും എന്നാൽ അതിശ്രേഷ്ഠവുമായ അനുസരണത്തിലൂടെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എടുത്ത, കണ്ടോ, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എടുത്ത പരമോന്നതമായ തീരുമാനത്തിൻ്റെ നിമിഷമായിരുന്നു അത്. അതേ, ഞാൻ തയ്യാറാണ് എന്ന് സമ്മതിച്ചതിലൂടെ മറിയം മാതാവായി. ഇത് അവതരിപ്പിക്കാനായി സഭാപിതാക്കന്മാർ മറിയം ചെവിയിലൂടെ ഗർഭം ധരിച്ചു എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതെന്ത് പരിപാടിയാണ്? ചെവിയിലൂടെ ഗർഭം ധരിക്കുക. ആരാ പറഞ്ഞത്? സഭാപിതാക്കന്മാർ പറയാണ്, ഇതിനവതരിപ്പിക്കുകയാണ്. എന്തെന്നാണ്? ഇത് അവതരിപ്പിക്കാനായി സഭാപിതാക്കന്മാർ മറിയം ചെവിയിലൂടെ ഗർഭം ധരിച്ചു എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതിനർത്ഥം ഇതാണ്. എന്താണ് അതിനർത്ഥം? അവളുടെ കേൾവിയിലൂടെ അവൾ ഗർഭം ധരിച്ചു. ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 21-ാമത്തെ വചനം ഒന്ന് വായിച്ച്. ആ ഒരു അതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം, അത് അവിടെ എടുക്കുമ്പോൾ അറിയാം. ആ പശ്ചാത്തലം ഒന്ന് നിങ്ങൾ നോക്കി തരിക. എന്നിട്ട് ആ 21-ാമത്തെ വചനം മാത്രം ഒന്ന് വായിച്ചേ. കണ്ടോ, കേൾവിയിലൂടെ ഗർഭം ധരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് മനസ്സിലാവുക? അപ്പം ഞാൻ ഇതിൽ നിന്നൊന്ന് വായിക്കട്ടെ. 8-ാം അധ്യായം. ഇത് നമ്മുടെ പഠന ബൈബിളിൽ നിന്ന്. അതിൽ വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാനിത് ഇവിടെ വായിക്കാം. കണ്ടോ, യേശുവിൻ്റെ അമ്മയും സഹോദരരും. അപ്പോൾ അവിടെ ഈശോ സിനഗോഗിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇല്ലേ, അവിടുത്തെ കേട്ടുകൊണ്ടിരുന്നവരെന്ത് പറഞ്ഞു? ദേ, നിൻ്റെ അമ്മയും സഹോദരരും വന്നിട്ടുണ്ട്, വേണമെങ്കിൽ സംസാരിക്കുക. അത് അവർ വന്ന് ഇപ്പം ഉണ്ട്, മനസ്സിലായി. അപ്പോൾ പിന്നീട് അവൻ്റെ അമ്മയും സഹോദരൻ അവൻ്റെ അടുത്ത് വന്നു. എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവനുമായി കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് അവർ അറിയിച്ചു. അപ്പോൾ അവൻ അവരോട് മറുപടി പറഞ്ഞ കേട്ടോ. അവൻ അവരോട് ഈ മറുപടി പറഞ്ഞു. എന്ത് മറുപടി പറഞ്ഞു? ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് വചനം ശ്രവിക്കുകയും നിറവേറ്റുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. കണ്ടോ, നിറവേറ്റുകയും. കേട്ടാൽ മാത്രം പോരാ, നിറവേറ്റി. ഇപ്പോൾ ആ കണക്ഷൻ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ കൂടുതൽ മനസ്സിലാവും. എന്താണ് ആ കണക്ഷൻ? മനസ്സിലായോ? അവൾ കേൾവിയിലൂടെ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞത് മനസ്സിലായോ? ഈശോ എന്താ പറയണത്? ആരാണ് എൻ്റെ അമ്മയും സഹോദരരും? ആരാണ്? എൻ്റെ വചനം ശ്രവിച്ചാൽ മാത്രം മതിയോ? അത് അനുസരിക്കുക, അല്ലെങ്കിൽ അത് നിറവേറ്റുകയും ചെയ്യുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരരും. അപ്പം അവൻ പറയാതെ പറഞ്ഞു വയ്ക്കുകയില്ലേ, അല്ലേ? അത് ഏറ്റവും എന്താ പറയുക, ഏറ്റവും ഇണങ്ങുന്ന, അല്ലെങ്കിൽ ഏറ്റവും ചേരുന്നത് ആർക്കാണ് ആ വചനം ചേരുന്നത്? ആർക്കാണ്? കന്യകാമറിയത്തിനല്ലേ?
അവൾ വചനം അനുസരിച്ചതുപോലെ എനിക്ക് തോന്നണില്ല ആരെങ്കിലും വചനം അങ്ങനെ അനുസരിച്ചിട്ടുണ്ടോ? നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞിട്ട് അവളെന്താണ് ആ ചെയ്ത് കൂട്ടി വെച്ചത് അല്ലേ? ഒരു യഹൂദ യുവതിക്ക്, ഒരു കന്യകക്ക് പറ്റിയ പണിയാണോ? അവൾക്ക് മരണം അല്ലേ? എന്തെന്നാണ് നിയമം? കല്ലെറിഞ്ഞ് കൊല ചെയ്യപ്പെടണം അല്ലേ? ഇത് പിടിക്കപ്പെട്ടാൽ, ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ. അവിടെയാണ് അവൾ ഈ തീരുമാനം എടുക്കുന്നത്. ആ സീനും നമ്മൾ ആലോചിച്ച് നോക്കിയേ. അത് ആരായിട്ടാണ് സംസാരം? കർത്താവുമായിട്ട്. ഭൂമിയിൽ വേറെ ആരുമായിട്ടും ആരും പറയണ കേൾക്കുന്നില്ല. മനസ്സിലാവുണ്ടോ ഇതൊക്കെ? അപ്പം ഞാനിത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്ത് പറയാനായിരുന്നു? എന്തെന്നായിരുന്നു പറഞ്ഞത്? അവളുടെ കേൾവിയിലൂടെ അവൾ ഗർഭം ധരിച്ചു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? അവളുടെ അനുസരണത്തിലൂടെ വചനം അവളിലേക്ക് പ്രവേശിക്കുകയും, കണ്ടോ? അവളുടെ അനുസരണത്തിലൂടെ വചനം അവളിലേക്ക് പ്രവേശിക്കുകയും ഫലപുഷ്ടമാവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വചനമാണ് മാംസമായത്. മാംസമായപ്പോഴല്ലേ ഫലപുഷ്ടമായി എന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? വചനം പ്രവേശിച്ചു കഴിഞ്ഞിട്ട് പിന്നെന്ത് സംഭവിച്ചു? അത് ഫലപുഷ്ടമായി. ഫലപുഷ്ടമാവുന്നത് മനസ്സിലായോ? മനുഷ്യാവതാരം ആയപ്പോഴാണ്, ശരീരം ഉണ്ടായപ്പോഴാണ്. മനസ്സിലായോ? ശരീരമുണ്ടായി ആ വചനത്തിന്. ഈ ചുറ്റുപാടിൽ സഭാപിതാക്കന്മാർ വിശ്വാസത്തിലൂടെയും മാമോദീസായിലൂടെയും ദൈവം നമ്മിൽ ജനിക്കുന്നതിനെ കുറിച്ചുള്ള ദൈവശാസ്ത്രം വികസിപ്പിച്ചെടുത്തു. അതായത് ഇപ്പോൾ മാതാവിൽ അല്ലേ വചനം മാംസമായി. ഇനി നമ്മളിൽ എങ്ങനെയാണ് ഈശോ ജനിക്കണേ? നമ്മളിൽ എങ്ങനെ ജനിക്കണേ? നമ്മളാകുന്ന വിശ്വാസിയിൽ ഈശോ ജനിക്കണേ എങ്ങനെയാണ്? വിശ്വാസത്തിലൂടെയും മാമോദീസയിലൂടെയും. അപ്പോൾ ഈ ചുറ്റുപാടിൽ സഭാപിതാക്കന്മാർ വിശ്വാസത്തിലൂടെയും മാമോദീസയിലൂടെയും ദൈവം നമ്മിൽ ജനിക്കുന്നതിനെ കുറിച്ചുള്ള ദൈവശാസ്ത്രം വികസിപ്പിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മാമോദീസ തൊട്ടിയില്ലേ, നിങ്ങളുടെ ഇടവകപ്പോൾ മാമോദീസ തൊട്ടീനെ സഭ ഗർഭപാത്രം എന്നാണ് വിളിക്കുക. ഗർഭപാത്രം. കാരണം അത് സഭാമാതാവ് അല്ലേ? സഭാമാതാവിൻ്റെ ഗർഭപാത്രമാണ്. അവിടെയാണ് വിശ്വാസികൾ ഓരോരുത്തരും ജനിക്കുന്നത്. ആത്മാവിനാലും ജലത്താലും ജനിക്കണമെന്ന് നിക്കോദോമോസിനോട് ഈശോ പറഞ്ഞില്ലയോ? ആ ജനനം സംഭവിക്കണത് എവിടെയാണ്? നമ്മളെ സംബന്ധിച്ച് ഈ മാമോദീസ തൊട്ടിയിലാണ്. സഭ ആരാണ്? മാതാവാണ്. അപ്പോൾ അവളുടെ ഗർഭപാത്രം മാമോദീസ തൊട്ടിയാണ്. നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ ഞാൻ ഈ പറഞ്ഞേ? കടുകട്ടിയാണോ ഇത്? എനിക്ക് തോന്നുന്നില്ല കടുകട്ടിയാണെന്നൊന്നും. എനിക്കറിയില്ല. വികസിപ്പിച്ചെടുത്തു. വിശ്വാസത്തിലൂടെയും ജ്ഞാനസ്നാനത്തിലൂടെയും വചനം നമ്മിലേക്ക് നവമായി. കണ്ടോ? വിശ്വാസത്തിലൂടെയും ജ്ഞാനസ്നാനത്തിലൂടെയും വചനം നമ്മിലേക്ക് നവമായി, അതായത് ഒരു പുതിയതായി വരികയും നമ്മെ ദൈവപുത്രരാക്കുകയും ചെയ്യുന്നു. കണ്ടോ? നമ്മളാ ദത്തുപുത്രരായിട്ട് നമ്മൾ മാറുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ മകളായി മാറുന്നത് എപ്പോഴാണ്? ജ്ഞാനസ്നാനത്തിലൂടെയാണ്. മനസ്സിലായോ? നമ്മെ ദൈവപുത്രരാക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായി വിശുദ്ധ ഇരണേവോസ്, സഭാപിതാവ് വിശുദ്ധ ഇരണേവോസിൻ്റെ കോട്ട് പിന്നെ പറയാണ്. വിശുദ്ധ ഇരണേവോസിൻ്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിങ്കിലേക്ക് കടക്കുക? ശ്രദ്ധിക്കണം കേട്ടോ. മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിങ്കിലേക്ക് കടക്കുക? ആദ്യമേ ദൈവം മനുഷ്യനിലേക്ക് കടക്കുന്നില്ലെങ്കിൽ, ആ വാക്കുകളൊന്നും നോക്കിയേ. ഇരണേവോസ് പിതാവിൻ്റെ വാക്കാണ്. എന്തെന്നാണ്? മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിങ്കിലേക്ക് കടക്കണേന്ന് ചോദ്യമാണ്. എന്നിട്ട് ആ ചോദ്യത്തിന് ഉത്തരം ആ സഭാപിതാവ്, ഇരണേവോസായ സഭാപിതാവ് പറയാണ്. എന്തെന്നാ പറയണേ? മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിലേക്ക് കടക്കുക? ചോദ്യം. എന്നിട്ട് പറയാണ്, ആദ്യമേ ദൈവം മനുഷ്യനിലേക്ക് കടക്കുന്നില്ലെങ്കിൽ.
വിശ്വാസത്തിലൂടെ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് മരണത്തിലേക്കുള്ള ഈ ജന്മത്തിൽ നിന്ന് രക്ഷപ്പെടുക? വിശ്വാസത്തിലൂടെ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് മരണത്തിലേക്കുള്ള ഈ ജന്മത്തിൽ നിന്ന് രക്ഷപ്പെടുക? വിശ്വാസത്തിലൂടെ വീണ്ടും ജനിക്കുക എന്നത് കന്യകയിൽ നിന്നുള്ള ആ പുതിയ ജനനമാണ്. ആ പുതുജന്മമാണ് ദൈവത്തിൻ്റെ വിസ്മയകരവും അപദരഹിതവുമായ സമ്മാനം. സമ്മാനം എന്ന രക്ഷയുടെ അടയാളം. ഇനി മാർപ്പാപ്പയുടെ തന്നെ വാക്കുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. മാർപ്പാപ്പ ഒരു വിശുദ്ധ ക്ലെയർവോയിലെ വിശുദ്ധ ബർണാദിൻ്റെ വാക്കുകൾ കഴിഞ്ഞു, സഭാപിതാവായ ഇരണയൂസിൻ്റെ വാക്കുകൾ കഴിഞ്ഞു. ഇനി മാർപ്പാപ്പയുടെ തന്നെ വാക്കുകളിലേക്ക് കിടക്കുകയാണ്. അതൊന്ന് വായിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് സുവിശേഷ ഭാഗം ഉദ്ധരിച്ചിട്ടുണ്ട്. ലൂക്ക അവതരിപ്പിക്കുന്ന മംഗളവാർത്തയിലെ അന്തിമ വചനം പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. എന്താണ് അന്തിമ വചനം? അതാണ് ലൂക്ക 1:38. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. ദൈവത്തിൻ്റെ സന്ദേശവാഹകനുമായി സന്ധിച്ച ആ മഹത്തായ മണിക്കൂർ, മറിയത്തിൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ച ആ മുഹൂർത്തം സമാപിച്ചിരിക്കുന്നു. മാനുഷികമായ എല്ലാ സാധ്യതകളെയും അതിശയിക്കുന്ന നിയോഗ ദൗത്യവുമായി അവൾ അവിടെ ഏകയായി തീർന്നു. ആ സീന അല്ലേ, ആ വസ്തു ഒന്ന് ആലോചിച്ച് നോക്കി. അവൾ അവിടെ ഏകയായി. ഏറ്റവും വലിയ ദൗത്യമാണിപ്പോൾ അവളിൽ വന്നിരിക്കണേ അല്ലേ? ഇത് പുറത്തറിഞ്ഞാൽ ആ നിമിഷം മരണവും സംഭവിക്കും. അവളവിടെ ഏകയായി. എപ്പോഴാണ് ഏകയായത്? ലൂക്ക 1:38. എന്താണ് ആ ലൂക്ക 1:38? ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു, അല്ലെങ്കിൽ അവളെ വിട്ടുപോയി. ഇപ്പം അവളിനി അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? അതൊന്ന് വായിക്കട്ടെ. ഇനി അവളുടെ ചുറ്റും ഇപ്പോൾ ദൈവദൂതന്മാരില്ല. കറുത്തിരുണ്ട നിമിഷങ്ങളിലേക്ക് നയിക്കുന്ന പാതയിലൂടെ അവൾ യാത്ര തുടരേണ്ടിയിരിക്കുന്നു. ഒക്കെ നമുക്കറിയാലേ എന്താണ് ആ യാത്രയെന്ന്. അവളുടെ ഗർഭത്തെക്കുറിച്ച് ജോസഫിനുണ്ടാകുന്ന നടുക്കവും ഭീതിയും തുടങ്ങി യേശുവിന് സുബോധം നഷ്ടം ഇല്ലേ? നിന്റെ മോന് അല്ലേ, അങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. മോന് അല്ലേ, എന്താണ് യേശുവിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞോ ഇല്ലയോ? അപ്പം ഇവളിതൊക്കെ കേൾക്കണല്ലേ മാതാവ്? മനസ്സിലാവുണ്ടോ? യേശുവിന് അതായത് അവളുടെ ഗർഭത്തെക്കുറിച്ച് ജോസഫിനുണ്ടാവുന്ന നടുക്കം ഭീതിയും തുടങ്ങി യേശുവിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കരുതുന്ന നിമിഷങ്ങളിലൂടെ അവൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. തീർന്നില്ല. കറുത്തിരുണ്ട നിഴൽ വീണ കാൽവരിയുടെ പടവുകൾ കയറുമ്പോൾ കാണുന്ന കുരിശിൻ്റെ രാത്രി വരെ, അതാണ് അവൻ്റെ കുരിശ് അല്ലേ, ആ കുരിശു മരണം വരെ, ആ രാത്രി വരെ അത് നെടുനീളെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. ആ കറുത്തിരുണ്ട രാത്രികളെക്കുറിച്ചൊന്ന് പരാമർശിക്കുകയാണ് മാർപ്പാപ്പ. കാണാത്തതും കരുതാത്തതുമായ ഭയാശങ്കകൾ, മനസ്സിൽ തീ കോരിയിട്ട പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളുടെ അത്തരം സന്ദർഭങ്ങളിൽ നന്മ നിറഞ്ഞവളെ ആനന്ദിച്ചാലും എന്നും ഭയപ്പെടേണ്ട എന്ന് ദിവ്യ സംവാദകൻ, അതായത് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ തിരുവചനങ്ങളിലേക്ക് എത്രയോ പ്രാവശ്യം ആന്തരികമായ പുനർവിചാരത്തോടെ മറിയം തിരിഞ്ഞിട്ടുണ്ടാകില്ല. മാർപ്പാപ്പ ചോദിക്കുകയാണ്, മനസ്സിലായോ? മറിയത്തിൻ്റെ അടുത്ത് ഗബ്രിയേൽ മാലാഖ എന്താണെന്ന് പറഞ്ഞാൽ, മറിയമേ നീ ഭയപ്പെടേണ്ട, കർത്താവ് നിന്നോട് കൂടെ. അപ്പം ആന്തരികമായ അല്ലെ, ആ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അവൾ എത്രയോ പ്രാവശ്യം എന്നല്ല, മറിയത്തെക്കുറിച്ച് പറയണമെങ്കിൽ, എനിക്ക് എൻ്റെ വാക്കുകൾ പറയാനാണെങ്കിൽ മുഴുവൻ പ്രാവശ്യവും അവൾ അല്ലേ എന്തെന്നാണ് ആന്തരികമായ പുനർവിചാരത്തോടെ മറിയം ആ വചനങ്ങളിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാകില്ല. ദൈവദൂതൻ യാത്രയാകുന്നു. ശ്രദ്ധിക്കണേ, ദൈവദൂതൻ യാത്രയായി. ദൈവദൂതൻ്റെ ദൗത്യം അവസാനിച്ചു ഇല്ലേ? ഗബ്രിയേൽ മാലാഖയുടെ ആ ദൗത്യം അവസാനിച്ചു. അവളുടെ ദൗത്യം അവശേഷിക്കുന്നു. കണ്ടോ? അതോടെ ദൈവവുമായുള്ള അവളുടെ ആന്തരികമായ അടുപ്പം പക്വത പ്രാപിക്കുന്നു. കണ്ടോ? അതോടെ ഞാനതാ പറഞ്ഞത്, അവൾ ഭൂമിയിൽ ആരുമായിട്ടല്ല കണക്ഷൻ. അവൾ അവിടെ ഇവിടെ നമ്മിപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ചെന്നിട്ട് ഫിലോ ചേച്ചി എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അല്ലേ, എനിക്ക് പെട്ടെന്ന് ആ ഒരാശയം വന്നേ അല്ലേ, അങ്ങനെ ചോദിക്കാറില്ലേ നമ്മൾ? മനസ്സിലാവുണ്ടോ?
ഇതിനെക്കുറിച്ച് ഇപ്പം ഇങ്ങനെ കേട്ട് ഞങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കണം. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇല്ലേ, ശരിയാണോ ഇല്ലയോ? ആൻറ്റി ചേട്ടാ ഒന്ന് പറഞ്ഞേ അല്ലേ. ഇങ്ങനെ ഉള്ളൊരു സംവിധാനം നമുക്കുണ്ട്. പക്ഷെ മാതാവ് എന്താ ചെയ്തേ? അതോടെ ദൈവവുമായുള്ള അവളുടെ ആന്തരികമായ അടുപ്പം പക്വത പ്രാപിക്കുന്നു. തൻ്റെ ഹൃദയത്തിൽ അവൾക്ക് കാണാനും സ്പർശിക്കാനും കഴിയുന്ന അടുപ്പമായി അത് വളരുന്നു എന്ന് പറഞ്ഞാൽ ഈശോ അല്ലേ, അത് ആ ഒരു ഇതും കൂടി അവിടെ കിടപ്പുണ്ട്. ഈശോ അവളുടെ ഉദരത്തിൽ ആ വചനം എന്തായി? മാംസമായോ ഇല്ലയോ? അതാണ് ആ സ്പർശിക്കാനും കാണാനും സ്പർശിക്കാനും കഴിയുന്ന. അതിന് അത് വിശുദ്ധ കുർബാന വരെ നീണ്ടു കിടക്കുന്ന തലങ്ങൾ അതിലുണ്ട്. കഴിയുന്ന അടുപ്പമായി അത് വളരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് മേടിച്ച് വായിക്കുന്നത് നല്ലതാണ്, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ. പിന്നെ നമുക്ക് വീണ്ടും അതിലേക്ക് പോവാം. അപ്പോൾ ഈ 487 488 ഇത്രയും കഴിഞ്ഞില്ലേ? ഇനി 491 92 ഇത് 500 ചില്ലായിരം വരെ, 484 മുതൽ 500 ചില്ലായിരം വരെ മാതാവിനെ കുറിച്ച് മാത്രമാണ് സഭ പഠിപ്പിക്കണേ നമ്മളെ. മനസ്സിലായോ? ഞാനിത് വായിക്കട്ടെ, 491 വായിക്കട്ടെ. CCC അല്ലെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 491. ദൈവത്താൽ കൃപാവരം കൊണ്ട് നിറയ്ക്കപ്പെട്ട മറിയം. ശ്രദ്ധിക്കണം കേട്ടോ, ദൈവത്താൽ കൃപാവരം കൊണ്ട് നിറയ്ക്കപ്പെട്ട മറിയം അവളുടെ ഉത്ഭവ നിമിഷം മുതൽ തന്നെ രക്ഷിക്കപ്പെട്ടവളാണെന്ന് നൂറ്റാണ്ടുകളിലൂടെ സഭ ബോധവതിയായി. കാരണം അവള് രക്ഷിക്കപ്പെട്ടവൾ അതായത് അമലോത്ഭവം എന്ന വാക്കിനർത്ഥം എന്താ? അമലോത്ഭവം. പിന്നെ അതിൻ്റെ പൊക്കത്ത് ഹെഡ്ലൈൻ കണ്ടോ? പൊക്കത്തെ കണ്ണിക്കട അമലോത്ഭവം എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് അമലോത്ഭവം എന്ന വാക്കിനർത്ഥം? അതെ. അപ്പോൾ അതിനെ മാലിന്യം കൂടാതെയുള്ള ജനനം എന്നുകൂടി പറയണം. അങ്ങനെ ഒരു വാക്കും കൂടിയുണ്ട്, മാലിന്യം കൂടാതെയുള്ള. അതായത് അവൾ ഉത്ഭവം മുതലേ ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ്, ഉത്ഭവം മുതലേ. മനസ്സിലായോ? ദൈവത്താൽ കൃപാവരം കൊണ്ട് നിറയ്ക്കപ്പെട്ട മറിയം അവളുടെ ഉത്ഭവ നിമിഷം മുതൽ രക്ഷിക്കപ്പെട്ടവളാണെന്ന് നൂറ്റാണ്ടുകളിലൂടെ സഭ ബോധവതിയായി. പിയൂസ് 9 മാർപ്പാപ്പ 1854 പ്രഖ്യാപിച്ച അമലോത്ഭവം എന്ന വിശ്വാസ സത്യം ഏറ്റുപറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടിയിൽ അതിനെക്കുറിച്ച് പിയൂസ് 9 മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ കോട്ട് ചെയ്തിരിക്കുകയാണ്. എന്തെന്നാണത്? അനന്യമായ ദൈവകൃപയാലും. കണ്ടോ? അതായത് അനന്യമായ ദൈവകൃപ. അതായത് ഇന്ന് വരെ ഒരു സൃഷ്ടിക്കും ലഭിച്ചിട്ടില്ല ഇങ്ങനൊരു കൃപ. ഇങ്ങനൊരു കൃപ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇങ്ങനൊരു കൃപ ആർക്കെങ്കിലും കിട്ടിയോ? ഉത്ഭവം മുതലേ ജന്മപാപമില്ല, ഉത്ഭവപാപമില്ല, ഇല്ലേ? മറ്റൊരു മാലിന്യങ്ങളും കൂടാതെ അവൾ. അപ്പോൾ അനന്യമായ ദൈവകൃപയാലും സർവശക്തനായ ദൈവത്തിൻ്റെ ആനുകൂല്യത്താലും. കണ്ടോ? സർവശക്തനായ ദൈവത്തിൻ്റെ ആനുകൂല്യത്താലും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യത. ശ്രദ്ധിക്കണേ, മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകളെ മുൻനിർത്തിയും. എന്താണ് യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകൾ? എന്താണ് യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകൾ? യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകൾ പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം. അതായത് പെസഹ രഹസ്യം എന്ന് പറയും ചുരുക്കി. എന്താണ് പെസഹ രഹസ്യം? പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം. ഇതാണ് പെസഹ രഹസ്യം. ഈ പെസഹ രഹസ്യത്തെ അതാണ് യേശുക്രിസ്തുവിൻ്റെ യോഗ്യത. മനസ്സിലായോ? എന്താണ് യേശുക്രിസ്തുവിൻ്റെ യോഗ്യത? പെസഹ രഹസ്യമാണ്. എന്താണ് പെസഹ രഹസ്യം? പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം. ആ യേശുക്രിസ്തുവിൻ്റെ ആ യോഗ്യതകളെ മുൻനിർത്തുക എന്ന് പറഞ്ഞാൽ മുൻനിർത്തിയും ഏറ്റവും പരിശുദ്ധയായ കന്യകാമറിയം അവളുടെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഉത്ഭവഭാവത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിലും നിന്ന് പരിരക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൾ ഉത്ഭവാവസ്ഥയിൽ തന്നെ ഉത്ഭവപാപമില്ലാതെ, മാലിന്യങ്ങളൊന്നുമില്ലാതെ അവൾ
അമലോത്ഭവയായി സൃഷ്ടിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതകളെ മുൻനിർത്തിക്കൊണ്ടാണെന്ന്. അതായത് യേശു അനുഭവിക്കാനിരിക്കുന്ന പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനവും സ്വർഗാരോഹണവും എന്ന പെസഹ രഹസ്യം ഉണ്ടല്ലോ, ആ പെസഹ രഹസ്യം യേശു ക്രിസ്തു അതിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യും? അതിൻ്റെ ഫലങ്ങളുണ്ടല്ലോ, അത് അനുഭവിച്ച് കഴിഞ്ഞ് കിട്ടുന്ന ആ ഫലങ്ങൾ എന്ത് ചെയ്തു? അത് അനുഭവിച്ചിട്ട് കിട്ടാനിരിക്കുന്ന ഫലമുണ്ടല്ലോ, ആ ഫലം അത് അനുഭവിക്കുന്നതിന് മുൻപേ കൊടുക്കാൻ കഴിയുമോ? ആ ഫലങ്ങൾ കൊടുക്കാൻ കഴിയോ ഇല്ലയോ? കൊടുക്കാൻ കഴിയില്ലേ? കൊടുക്കാൻ കഴിയും എന്നാണ് യോഗ്യതകളെ മുൻനിർത്തി എന്ന് പറയുന്നത്. യോഗ്യതകളെ മുൻനിർത്തി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകളെ മുൻനിർത്തി കൊടുക്കാൻ കഴിയും. എന്ത് കൊടുക്കാൻ കഴിയും? അവൻ അനുഭവിക്കാനിരിക്കുന്ന പെസഹ രഹസ്യം, ആ പെസഹ രഹസ്യത്തിൻ്റെ ആ രക്ഷയുടെ ഫലങ്ങൾ അതിൻ്റെ മുന്നാസ്വാദനമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തതിലൂടെയാണ് പരിശുദ്ധ അമ്മ എന്തായിരിക്കണേന്ന്? അമലോത്ഭവയായതെന്ന് ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇതാണ് പരിശുദ്ധ ജപമാല റാണിയോടുള്ള ഭക്തി. നമ്മൾ ഡെയിലി 1000 കൊന്ത വെച്ചൊക്കെ എത്തിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ പറഞ്ഞേക്കരുത്, ഇപ്പം ഇത് റെക്കോർഡുമാണ്. കണ്ണൻ എന്ന് പറഞ്ഞൊരാൾ വന്നിട്ട് ഇങ്ങനെ കൊന്ത എത്തിക്കരുത്. ഞാൻ കൊന്ത ഏറ്റവും കൂടുതൽ എത്തിക്കുന്നത് ഏറ്റവും കൃപാവരത്തിൻ്റെ ഒരു അടയാളമാണ്. പക്ഷേ അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. എന്ത്? ജപമാല റാണിയോടുള്ള പരിശുദ്ധ ജപമാല റാണിയോടുള്ള ഭക്തിയിൽ കാതലായ ഭാഗം എന്താ? എന്താണ് കാതലായ ഭാഗം? നമ്മളതിലോട്ട് വരുന്നുള്ളൂ. എന്നാലും ഞാനതിപ്പോൾ പറയണം. അതായത് വചനം ശ്രവിച്ച് അത് നിറവേറ്റുന്നവരാണോ നമ്മൾ? ആണോ? നമ്മളെപ്പോഴെങ്കിലും, ഞാൻ ചോദിക്കുന്നതാണ്, സംശയമാണ്, നിങ്ങളതിന് ഉത്തരം തന്നെ. നമ്മളെപ്പോഴെങ്കിലും മാതാവിനോട് വ്യക്തിപരമായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മാതാവേ, നീ ജീവിച്ച പോലെ എനിക്കും, നീ ജീവിച്ചതുപോലെ. ആര് ജീവിച്ച പോലെ? മാതാവേ, നീ ജീവിച്ചതുപോലെ വചനത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം, ത്രിത്വത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം എനിക്ക് നയിക്കാനുള്ളൊരു കൃപ നിനക്ക് തരാമോ എന്ന് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒരാൾ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായി? ഇതാണ് നമ്മളുടെ പരിശുദ്ധ ജപമാല റാണിയോടുള്ള ഭക്തി. ഇനി അഥവാ ഇപ്പോൾ ഒരാൾ കൈപൊക്കി അങ്ങനെ ചോദിച്ചു, അപ്പോൾ അത് എത്രത്തോളം ഉണ്ട് ഇനി? അതാണ് രണ്ടാമത്തെ ചോദ്യം. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയോ? ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പൊരുൾ മനസ്സിലായോ? ജപമാല എത്തിക്കേണ്ടെന്നാണോ ഞാൻ പറഞ്ഞത്? തെറ്റിദ്ധരിക്കരുത്. ജപമാല എത്രത്തോളം എത്തിക്കാമോ അത്ര. അപ്പം നമ്മുടെ വിചാരം എന്താണെന്നറിയോ? 1000 കൊന്തേക്ക് എത്തിച്ചാൽ ഓക്കെ ആയി കാര്യം എന്നാണ്. മാർപ്പാപ്പയൊക്കെ പറഞ്ഞിരിക്കുന്നത്, ജോൺ പോൾ 2 മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? കന്യകാമറിയത്തോടൊത്ത് ക്രിസ്തുവിൻ്റെ തിരുമുഖത്തെ ധ്യാനിക്കുക എന്നതാണ് ജപമാല. എന്നിട്ട് നമ്മൾ ധ്യാനിക്കുന്നുണ്ടോ? ഇന്ന് മഹിമയുടെ രഹസ്യമല്ലേ? ഒരു രഹസ്യം പറഞ്ഞ് ഒരു രഹസ്യം ഒന്ന് പ്രാർത്ഥിച്ച്. ധ്യാനിക്കുക എന്നിട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ധ്യാനിക്കുമോ? അതാണ്. അപ്പം അതാണ് ഞാൻ വരുന്ന വഴി. നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞു വരുന്ന വഴി സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ പരിശുദ്ധ ജപമാല റാണിയോടുള്ള ഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ കൊന്ത കൂടുതൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാകാതെ കാതലായ ഭാഗം 1000 കൊന്തയും ഡെയിലി എത്തിക്കി. അതോടൊപ്പം തന്നെ യേശു പറഞ്ഞ ഒരു വചനം അന്ന് ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് ജീവിക്കാൻ പറ്റുമോ നോക്കും. അതിലാണ് മാതാവിനോടുള്ള യഥാർത്ഥ ഭക്തി എന്ന് ഞാൻ പറയണേ. മനസ്സിലായോ?
ഇപ്പം ആ 92 കൂടിയും വായിച്ചിട്ട് നമുക്ക് നിർത്താം. 92 കേട്ടോ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 92-ാമത്തെ ഖണ്ഡിക. ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ, ശ്രദ്ധിക്കണേ, ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ അതുല്യ വിശുദ്ധിയുടെ തേജസ്സിനാൽ, കണ്ടോ, അതുല്യ വിശുദ്ധിയുടെ തേജസ്സിനാൽ പ്രശോഭിതയായ കന്യകാമറിയത്തിന്, കണ്ടോ, അതുല്യ വിശുദ്ധിയാണ് അവൾക്ക്, അതിൻ്റെ തേജസ്സിൽ നിൽക്കുകയാണ് അവൾ, പ്രശോഭിതയാണ് അവൾ, അതിൻ്റെ പ്രകാശത്തിൽ നിൽക്കുന്നു. ആ പ്രശോഭിതയായ കന്യകാമറിയത്തിന് ആ വിശുദ്ധി മുഴുവൻ സിദ്ധിച്ചത് ക്രിസ്തുവിൽ നിന്നാണ്. ആരിൽ നിന്നാണ്? അതെങ്ങനെയാണ് ലഭിച്ചതെന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഈ ഖണ്ഡികയിൽ ഒന്നും കൂടി അത് വ്യക്തത വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, സ്വപുത്രന്റെ യോഗ്യതകളെ മുൻനിർത്തി കൂടുതൽ ഉന്നതമായ രീതിയിൽ രക്ഷിക്കപ്പെട്ടവളാണവൾ. അതാണ് അമലോത്ഭവം എന്ന വിശ്വാസ സത്യം. കണ്ടോ, സ്വപുത്രന്റെ യോഗ്യതകളെ, പെസഹ രഹസ്യത്തെ, പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം അവൻ അനുഭവിക്കുന്നതിന് മുൻപേ ആ അനുഭവിച്ചിട്ട് കിട്ടാനിരിക്കുന്ന ആ രക്ഷയുടെ ആ ഫലങ്ങളെ മുഴുവനും അവന് മുന്നോടിയായിട്ട്, മുന്നാസ്വാദനമായിട്ട് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാൻ പറ്റണത്? എന്തുകൊണ്ടാണ് കൊടുക്കാൻ പറ്റണമെന്ന് പറഞ്ഞേ? എന്തുകൊണ്ടാണ് കൊടുക്കാൻ പറ്റണേ? കണ്ടോ, സിമ്പിളല്ലേ? അവൻ ദൈവമാണ്, അവന് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? കൊടുക്കാൻ പറ്റും. പറ്റിയില്ലെങ്കിൽ പിന്നെ ദൈവമല്ലല്ലോ. അപ്പോൾ ദൈവമാണോ അവൻ? എന്നാൽ കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? കണ്ടോ, എന്നിട്ട് പറയണാണ്, സൃഷ്ടിക്കപ്പെട്ട മറ്റേതൊരു വ്യക്തികളെക്കാളും അധികമായി മറിയത്തെ പിതാവ്, കണ്ടോ, പിതാവാണ് അതിനെ അനുഗ്രഹിക്കണത്. പിതാവ് ക്രിസ്തുവിൽ സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് ആശീർവദിച്ചു. ആരെ? മറിയത്തെ. തൻ്റെ മുൻപിൽ സ്നേഹത്തിൽ പരിശുദ്ധയും നിഷ്കളങ്കയുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപേ മറിയത്തെ ദൈവം ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നമുക്കൊന്ന് നന്ദി പറയാം. എണീച്ചിന്ന് എല്ലാവരും. Hallelujah, praise you Lord, thank you Lord, hallelujah, thank you Lord, praise you Lord, praise you Jesus, hallelujah, hallelujah, thank you Lord, praise you Lord, praise you Jesus, hallelujah, 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 thank you Lord, praise you Lord, praise you Jesus, hallelujah.